മലയാളത്തിന്റെ മെഗാസ്റ്റാർ, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, മുഹമ്മദ് കുട്ടിയായി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച നമ്മുടെ സ്വന്തം മമ്മൂക്ക, ലോകം മുഴുവൻ വിശേഷിപ്പിക്കുന്ന ഒരു പ്രതിഭ. ഇനിയും തേച്ചാൽ മിനുങ്ങുമെന്നേ എപ്പോഴും അദ്ദേഹം പറയാറുള്ളൂ. ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനം നൽകിയ മമ്മൂക്കയ്ക്ക് യോഗനാഥം ന്യൂസിന്റെ പിറന്നാൾ ആശംസകൾ. അഭിനയ ജീവിതത്തിന്റെ നിരവധി നാഴികക്കല്ലുകൾ പൂർത്തിയാക്കിയ മമ്മൂട്ടി വീണ്ടും ഒരു പിറന്നാളിന്റെ നിറവിലാണ്. സിനിമ സ്വപ്നം കണ്ട് നടന്ന ഒരു ചെറുപ്പക്കാരൻ സിനിമയിലേക്ക് എത്തിയ കഥ എത്ര തവണ കേട്ടാലും വീണ്ടും വീണ്ടും നമ്മളിൽ കൗതുകമുണർത്താറുണ്ട്. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ വെറും സെക്കൻഡുകൾ മാത്രം അഭിനയിച്ചു തുടങ്ങിയ ആ 20-കാരനിൽ നിന്ന് ഇപ്പോൾ നേടിയെടുത്ത സിംഹാസനം പണിതെടുക്കാൻ കഠിന പരിശ്രമം മാത്രമായിരുന്നു അയാൾക്ക് മുതൽക്കൂട്ട്. മലയാളത്തിന്റെ മഹാനടൻ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുമ്പോഴും താൻ ഒരു മികച്ച നടനായിട്ടില്ല, ഇപ്പോഴും തന്നിലെ നടനെ തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളിലും എടുത്തു പറയാൻ പാകത്തിൽ എന്തെങ്കിലും ഒന്ന് അയാളുടെ കഥാപാത്രത്തിലുണ്ടാകും. KS സേതുമാധവൻ സംവിധാനം ചെയ്ത സത്യൻ, നസീർ, ഷീല എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ അനുഭവങ്ങൾ പാളിച്ചകൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ അരനൂറ്റാണ്ട് പിന്നിട്ടു. അവിടെ നിന്ന് തുടങ്ങിയ മമ്മൂട്ടിയുടെ അഭിനയ യാത്രയിൽ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങൾ ഏറെയാണ്. 1981 പുറത്തിറങ്ങിയ തൃഷ്ണയാണ് മമ്മൂട്ടി നായകനായെത്തിയ ആദ്യ സൂപ്പർ ഹിറ്റ് സിനിമ. ശരിക്കും അവിടെ മുതലാണ് മമ്മൂട്ടിയുടെ സിനിമയിലെ യുദ്ധം ആരംഭിച്ചത്. മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയ കുറച്ച് സിനിമകളുണ്ട്, വേറെ ഒരു ചിത്രത്തിനും പകരം വെക്കാൻ കഴിയാത്ത ചില ചിത്രങ്ങൾ. അതിൽ ആദ്യം പറയാനുള്ളത് ജോഷി സംവിധാനം ചെയ്ത 1987 പുറത്തിറങ്ങിയ ന്യൂഡൽഹിയാണ്. മമ്മൂട്ടിയുടെ കരിയർ തന്നെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു അത്. ന്യൂഡൽഹി മലയാള കരയിൽ തന്നെ തരംഗമായി മാറി. ചിത്രത്തിന്റെ വിജയത്തിൽ തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിവയിലേക്കും ഈ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ മഹാനടനിലേക്കുള്ള തുടക്കം ഇവിടുന്ന് തന്നെയായിരുന്നു. പിന്നാലെ തന്നെ മമ്മൂട്ടിയുടെ നായർ സാബ്, ഒരു CBI ഡയറിക്കുറിപ്പ് എന്നിവയിലും മമ്മൂട്ടി മികവ് തെളിയിച്ചു. മമ്മൂട്ടിക്ക് ആദ്യമായി ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. ഇത് ഇറങ്ങിയതിൽ തന്നെ മികച്ച സിനിമയായിരുന്നു. 1992 ഒരു ഓണക്കാലത്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഇത് മലയാള സിനിമയിലെ തന്നെ അന്ന് വരെയുള്ള സിനിമകളെ മറികടക്കുന്നതായിരുന്നു. 1992 പുറത്തിറങ്ങിയ സൂര്യമാനസം മമ്മൂട്ടി എന്ന നടനിൽ നിന്നുമുണ്ടായ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു. അന്നേ വരെ കാണാത്ത ഒരു കഥാപാത്രമായിരുന്നു അത്. 1994 പൊന്തൻമാട, 2004 കാഴ്ച, 2007 തന്നെ ബിഗ് ബ്രദറായി പുറത്തിറങ്ങിയ ബിഗ് ബി, 2014 പുറത്തിറങ്ങിയ മുന്നറിയിപ്പ്, 2002 നൻപകൽ നേരത്ത് മയക്കം, 2024 ബ്രഹ്മയുഗം, ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ചിത്രങ്ങൾ. ഈ കാലയളവിൽ മമ്മൂട്ടിയെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തി. മതിലുകൾ, വടക്കൻ വീരഗാഥ, പൊന്തൻമാട, ഇതിലൊക്കെ മികച്ച നടനുള്ള പുരസ്കാരങ്ങളും അദ്ദേഹം നേടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.